സൗത്ത് ഇന്ത്യൻ ഗ്രൂപ്പ് യോഗനാഥം പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിലുണ്ടായ ട്രെയിൻ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 15ആയി. 60ഓളം പേർക്ക് പരിക്കേറ്റതായി റെയിൽവേ. കാഞ്ചൻജംഗ എക്സ്പ്രസ് ട്രെയിനിൽ ഗുഡ്സ് ട്രെയിൻ ഇടിക്കുകയായിരുന്നു. ഡാർജിലിംഗ് ജില്ലയിൽ ഇന്ന് രാവിലെ 9 മണിയോടെയാണ് അപകടം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്തി ബീഹാറിലെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം. 13 പേർ അറസ്റ്റിൽ. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്നലെ സമ്മതിച്ചിരുന്നു. ബഹിരാകാശ പേടകം ബോയിങ് സ്റ്റാർലൈനിന്റെ തിരിച്ചുവരവ് നീട്ടിവെച്ച് നാസ. ഇന്ത്യൻ വംശജ സുനിത വില്യംസ് അടക്കമുള്ള ബഹിരാകാശ യാത്രികർ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തിരിച്ചു വരാനുള്ള തീയതി ജൂൺ 22ആയി പുതുക്കി. ജൂൺ 18-ന് തിരിച്ചു വരാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രാൻസിസ് മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയെ പരിഹസിച്ച പോസ്റ്റ് കോൺഗ്രസ് പിൻവലിച്ചു. എക്സിൽ പങ്കുവച്ച പോസ്റ്റിലാണ് കേരള ഘടകം കോൺഗ്രസ് മോദിയെയും മാർപ്പാപ്പയെയും പരിഹസിച്ചത്. പോസ്റ്റ് വ്യാപക വിമർശനങ്ങൾക്ക് വഴി തുറന്നിരുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ഉപയോഗം നിർത്തലാക്കണമെന്ന ഇലോൺ മസ്കിന്റെ വാദം ഏറ്റെടുത്ത് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും. ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനുകൾ ആർക്കും പരിശോധിക്കാനാകാത്ത ബ്ലാക്ക് ബോക്സുകളാണെന്നും രാഹുൽ ഗാന്ധി. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുത്തു. ഡോക്ടർ സാമുവൽ മോർ തിയോഫിലസ് മെത്രോപൊലീത്തയാണ് പുതിയ അധ്യക്ഷൻ. തിരുവല്ല സഭ ആസ്ഥാനത്തു ചേർന്ന സിനഡിലാണ് പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുത്തത്. പുതിയ അധ്യക്ഷന്റെ സ്ഥാനാരോഹണം ജൂൺ 22-ന് നടക്കും. കാഫിർ പോസ്റ്റ് വിഷയത്തിൽ CPM സംസ്ഥാന സമിതി അംഗം KK ലതികയ്ക്കെതിരെ DGPക്ക് യൂത്ത് കോൺഗ്രസ് പരാതി നൽകി. മതസ്പർദ്ധ വളർത്തി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ചെന്ന് കാണിച്ച് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി VP ദുൽഖിഫിൽ ആണ് പരാതി നൽകിയത്. തിരുവനന്തപുരം ബാലരാമപുരത്ത് ഗൃഹനാഥനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പോലീസ് പിടിയിൽ. കല്ലമ്പലം കല്ലുവിള സ്വദേശി കുമാറാണ് പിടിയിലായത്. പക്ഷിപ്പനിയിൽ ജാഗ്രത ശക്തമാക്കി സംസ്ഥാന സർക്കാർ. വൈറസിന് ജനിതക മാറ്റമുണ്ടായാൽ മനുഷ്യനിലേക്ക് പടരാനുള്ള സാധ്യതയുള്ളതിനാലാണ് ആരോഗ്യവകുപ്പിന്റെ നടപടി. ഏപ്രിലാണ് കേരളത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. രാഷ്ട്രീയത്തിൽ തിരിച്ചുവരവ് പ്രഖ്യാപിച്ച് അണ്ണാ DMK മുൻ ജനറൽ സെക്രട്ടറി VK ശശികല. തെരഞ്ഞെടുപ്പിലെ തുടർച്ചയായ പരാജയത്തെ തുടർന്ന് പ്രതിസന്ധിയിലായിരിക്കുന്ന പാർട്ടിയെ രക്ഷിക്കുകയാണ് ലക്ഷ്യമെന്ന് ശശികല.